ചിന്തിച്ച ഞങ്ങൾ ഒറ്റ ഫർദിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ദൂർക്ക് വെച്ചോലുണ്ടോന്ന് ചോദിച്ചോ, റമദാൻ മാസത്തിൽ നോമ്പ് വെച്ചോലുണ്ടോന്ന് ചോദിച്ചോ, കഞ്ഞി കുടിച്ചോലുണ്ടോന്ന് ചോദിച്ചോ, ഇല്ല. റസൂലുള്ളാഹി ചോദിച്ചത് എന്താ? രോഗ സന്ദർശനം നടത്തിയുണ്ട്, ഇതൊക്കെ അപൂർവമായിട്ടേ ചെയ്യുള്ളൂ. മയ്യത്തിന്റെ ഒപ്പം പോയവരുണ്ടോ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ, സുന്നത്ത് നോമ്പ് പറ്റും. പിന്നെ വിധങ്ങൾ പറയാൻ 4 കാര്യം ഞാൻ ചോദിച്ചപ്പോ 4 ഒരൊറ്റ ദിവസത്തിൽ ഒരു കൂട്ടുകാരനിൽ മേളിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, എന്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബർ സ്വർഗ്ഗത്തിൽ കടക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പഠിച്ചവരെ, ആ സിദ്ദീഖിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനേ. സിദ്ദീഖിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ. മയ്യത്തിന്റെ ഒപ്പം പോയവരുണ്ടോന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ കുളിപ്പിച്ചതും കൊണ്ടുപോയതൊക്കെ എന്തായാലും ചുരുങ്ങി കൊണ്ടുപോകാനെങ്കിലും 2 ആൾ വേണ്ടേ? സിദ്ദീഖ് മാത്രമാണോ ഇത് കൊണ്ടുപോയത്? അവിടെയാണ് നമ്മൾ ഒന്നും കൂടെ ചിന്തിപ്പിക്കുന്നത്. സിദ്ദീഖിന്റെ നന്മയോടുള്ള പ്രതിബദ്ധതയുടെ കടുപ്പ് മനസ്സിലാക്കി തരുന്നത്, എത്രമാത്രം നന്മയുടെ പക്ഷത്ത് സിദ്ദീഖിന് ആഭിമുഖ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത്. എവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടിയ ജനാസ ആ നാട്ടിലെവിടെയല്ല. ശരിക്കും ചിന്തിക്കും. ആ മഹല്ലത്തിൽ ആ സദസ്സിൽ കൂടിയവർക്കൊന്നും ചെല്ലാനും കൂടാനും പറ്റിയ സ്ഥലത്തല്ല, എവിടോ ഒരു മൂലയിലാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടിയ ജനാസ. ആ മൂലയിൽ, ആ കോണിൽ മരിച്ച ജനാസയിലടക്കം എത്തി എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ ആര് മരിച്ചാലും അതിൽ പങ്കെടുക്കുന്ന മനസ്സിലാക്കുക. അത്രത്തോളം നന്മ കിട്ടണം എന്ന് വിചാരിച്ച് നടക്കുക. പിന്നെ മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴേ സാധുക്കളെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കും. നന്മയുടെ പക്ഷത്തെ ഈ ലിസ്റ്റിലേക്ക് എന്ത് കിട്ടിയാലും സിദ്ദീഖ് ഇങ്ങനെ എടുത്തു വെക്കും. കാരണം സാബിഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ പള്ളിയിലാവട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോട്ടിലാവട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മണിയറയിലാവട്ടെ, അവിടെ അടക്കം സിദ്ദീഖ് ചിന്തിക്കുന്നത് നാളെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വല്ലതും കിട്ടുമോന്നാ. അതാണ് സിദ്ദീഖുൽ അക്ബർ ചിന്തിക്കുന്നത്. നന്മയുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടോ, എന്റെ വകയായി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് എനിക്ക് വലിച്ചിടണം എന്നാ ചിന്തിക്കുന്നത്. അപ്പം റോട്ടിലൂടെ നടക്കുമ്പോഴും ചിന്തിക്കുന്നത് ബാഖിയാത്തു സാലിഹാത്തിന് അവസരമുണ്ടോന്നാ. നമ്മളോ പള്ളിയിലാണെങ്കിലും റോട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ഓഫീസ് റൂമിലാണെങ്കിലും ഭാര്യയോടൊപ്പമാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഓർക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അല്ലെ? നമ്മൾ പോലും തമ്മിലുള്ള വ്യത്യാസമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണെങ്കിലും, അങ്ങാടിയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും അള്ളാന്റെ അടുത്തേക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ, ബാഖിയാത്തു സാലിഹാത്ത് കിട്ടുമെന്നാ. നമ്മള് പള്ളിയിലാണെങ്കിൽ അടക്കം നമ്മൾ ചിന്തിക്കുന്നത്, പള്ളിയിൽ ഇബാദത്തിനായിട്ട് വരുന്നതാ, അപ്പടക്കം നമ്മൾ ചിന്തിക്കുന്നത് 10 ഉറുപ്യ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒപ്പിക്കാൻ വല്ല വകുപ്പുണ്ടോ. ഇതാണ് ഞാനും നിങ്ങളും സിദ്ദീഖും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്തയും നമുക്കില്ല, മരിക്കണം എന്ന ബോധം നമുക്കില്ല. നോക്ക് നിങ്ങൾ, അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഷ്ഠാന തരത്തിലുള്ള സിദ്ദീഖിന്റെ ആ ശക്തമായ നന്മയോടുള്ള ആ താല്പര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ കേൾക്ക്, സിദ്ദീഖിന്റെ ഈമാൻ ഓരോരുത്തരെയും പരിചയപ്പെടാനുണ്ടായിരുന്നു. സഹാബത്തിന് അങ്ങനെ പരിചയപ്പെടുകയാണെങ്കിൽ അത് പറഞ്ഞാൽ തീരൂല. അപ്പൊ സിദ്ദീഖിന്റെ അനുഷ്ഠാനം എങ്ങനെയാണ്, ഈമാനിന്റെ കടുപ്പം ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മോന് മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് ബദർ യുദ്ധം നടക്കുമ്പോൾ കുഫാറുകളുടെ പക്ഷത്തായി. ശരിക്കും മനസ്സിലാക്കണം. അന്ന് ഉമർ റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് ആരാ? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നെ അവ്വലു മൻ ആമന ബി അബൂബക്കർ എന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ കൂട്ടത്തിലാണ്. ഏറ്റവും ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത് സിദ്ദീഖ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന്. പെണ്ണുങ്ങൾ ഏതായാലും മാപ്പിളാരൊപ്പം തന്നെ അല്ലേ ഉണ്ടാകുക. അതത്ര വിഷയമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ ചെറുതായി കാണല്ല. പക്ഷെ അത് പൊതുജനങ്ങളോട് പറയുമ്പോൾ നിനക്ക് ആദ്യത്തെ പ്രവർത്തകനായ ആരായിരുന്നു എന്നാ പറയേണ്ടത്. അല്ലാതെ ഭാര്യ എന്റെ കൂടെ ആയിരുന്നു എന്ന് പറയുന്നതിൽ അത്ര വലിയ കഴമ്പില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് അവ്വലു മൻ ആമന ബി അബൂബക്കർ, ഏറ്റവും ആദ്യമായിട്ട് വിശ്വസിച്ചത് ഖദീജത്തുൽ കുബ്രയാണ്. ആ മഹദിയുടെ ബാക്കി എത്രയാ? ഏതാവട്ടെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ അന്ന് മകൻ മുസ്ലിം അല്ല, മകൻ അന്നുള്ളത് കുഫാറിന്റെ പക്ഷത്താണ്. അപ്പൊ യുദ്ധത്തിലൊക്കെ ഇങ്ങനെ സ്വഫ് കെട്ടി നിൽക്കുന്ന സമയത്ത് പിന്നെ മൂമിനായതിന്റെ ശേഷം മകൻ ഇത് പറയുന്നു കേട്ടോ. മൂമിനായതിന്റെ ശേഷം ഹാപ്പിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പാനോട് പറഞ്ഞു, യാ അബതി ലഖദ് കുന്തു ലഖീതുക യൗമ ബദരിൻ ഫവല്ലൈതു വജ്ഹി അൻക.
ഉപ്പാ ഞാനേ ബദർ യുദ്ധത്തിൽ സഫൊക്കെ ഇങ്ങനെ കെട്ടിങ്ങനെ നിൽക്കുമ്പോ എന്റെ വാളിന്റെ നേരെ ഒരുക്ക വാപ്പ വന്നിരുന്നു. വാപ്പാനോട് പറയാം, മോനെ മുസ്ലിമൊക്കെ ആയതിനു ശേഷം പിന്നെ ഇങ്ങനെ പങ്കുവെക്കുക, അന്നത്തെ അവസ്ഥ സന്തോഷപൂർവ്വം പങ്കുവെക്കുക. എന്റെ വാളിന്റെ നേരെ ഒരു ചാൻസ് വാപ്പാൻ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ വല്ലയിത്ത് വജി എനിക്ക് വാപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖം കൊണ്ട് തിരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിനോടാ പറയണത്, മോൻ മുസ്ലിം ആയതിന്റെ ശേഷാ പറയണേ. പറഞ്ഞപ്പോ അങ്ങനെ അവിടെ നിന്നോട്ടെ, മോന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ അവിടെ നിർത്തിയോ? സിദ്ദീഖ് റളിയല്ലാഹു ഇല്ല, കാരണം ഇപ്പൊ മുസ്ലിമാണല്ലോ, ഇനി ചടപ്പിക്കേണ്ടതില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങൾ? സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, മോനെ അങ്ങനെ കണ്ടിരുന്നോ എന്നെ? സിദ്ദീഖ് റളിയല്ലാഹു മോനോട് ചോദിക്കുക, നീ എന്നെ കണ്ടിരുന്നോ മോനെ? എന്നിട്ട് നീ മുഖം തിരിച്ചു കളഞ്ഞു എന്നാണോ പറയുന്നത്? എന്നാ മോനെ അറിയണം, അല്ലാഹുവാണ് സത്യം. ലൗ റഅയ്തുക ഫിൽ മഅരികതി ലഖതൽതുക വലാകിൻ ലം അജിദ്. ഞാൻ അന്നെ കുറെ നോക്കി ഒന്ന് കണ്ടു കിട്ടുമോ മോനെ, കിട്ടാത്തതുകൊണ്ട് ഈന്റെ കുട്ടി ബാക്കിയായി. നോക്കുങ്ങള് സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി നോക്ക്. ഈമാനിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാബിഖൽ അസ്ബഖാൻ, ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആണ്, നമ്പർ 1 ആണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷെ അന്ന് കാണാത്തത് കൊണ്ടാണ് മോനെ അങ്ങനെ ഒരു അവസരം കിട്ടി, ഞാൻ അറിഞ്ഞില്ല. നോക്ക് നിങ്ങൾ, ഇതാണ് കേട്ടോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് അതാ തന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അബു അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിസ്അബ് ഇബ്നു ഉമൈറിനെ അറിയാത്തവരുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് കണ്ണീരൊലിപ്പിച്ച് ഇതുപോലെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സഹോദരനാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അബു അസീസ്. മിസ്അബിന്റെയും അബു അസീസിന്റെയും പിതാവ്, രണ്ടുപേരുടെയും പിതാവ് സമ്പന്നനായ ഉമൈറാണ്. ആ ഉമൈർ സമ്പന്നനായിരുന്നു, അദ്ദേഹം മറുപക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്. മിസ്അബ് മാത്രം മുസ്ലിമായി. മിസ്അബിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബു അസീസ് ഇപ്പോഴും ഏതു തന്നെയാണ്? അവിശ്വാസി തന്നെയാണ്. അബു അസീസ് അവിശ്വാസിയാണ്. അങ്ങനെ രണ്ടാളും ആദ്യകാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. സുഖലോലുപതയിലായിരുന്നു ജീവിതം. കാരണം നല്ല സമ്പന്നനായ പിതാവിന്റെ മക്കളാ. അപ്പൊ നന്നായി തിന്നാനും ഉടുക്കാനും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ള ഒരു വീട്, നല്ല അടിച്ചു പൊളിച്ച് നടന്നു രണ്ടാളും. പിൽക്കാലത്ത് രണ്ടാളുടെ കൂട്ടത്തിൽ മിസ്അബ് നന്നാവുകയാണ്. അങ്ങനെ മിസ്അബിന്റെ ഹൃദയാന്തരത്തിൽ ഈമാനിന്റെ മാധുര്യം കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മിസ്അബ് മുസ്ലിമായി. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചു. വലിയ ബിസിനസ്സുകാരനാണ്, ഒരുപാട് ആസ്തിയുണ്ട്. അതൊക്കെ ഇക്കാക്കങ്ങ് വിട്ടുകൊടുത്തിട്ട് ബഹുമാനപ്പെട്ട മിസ്അബ് ഇറങ്ങാണ്. നമ്മൾ പോവുകയാണ്, ഇത് കിട്ടുമോ എന്നുള്ള നോട്ടം നോക്കൂലേ? ഇല്ല, അതൊക്കെ പോയിക്കോട്ടെ, എനിക്ക് എന്റെ ആദർശം സംരക്ഷിക്കണം എന്ന് കരുതി ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു, ഈ മിസ്അബ് റളിയല്ലാഹു അൻഹു അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറക്കരുത്, കാരണം ഇനി ഒരു ഭാഗം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ വളരെ ദരിദ്ര ജീവിതത്തിലാണ് ബഹുമാനപ്പെട്ടവർ പിന്നെ ജീവിച്ചത്. വളരെ കഷ്ടപ്പെട്ട് ഞെരുക്കത്തിലും പ്രയാസത്തിലും ജീവിച്ച് ഹിജറ പോന്ന് അതാ എങ്ങനെയൊക്കെ മദീനത്തേക്ക് എത്തിപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യറാഹു വഹുവ ഫിൽ മദീന. മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. മക്കത്ത് നിന്ന് നേരത്തെ കണ്ട മഹാനല്ലേ റസൂലുള്ളാഹി. പഠിച്ചവനെ, അടിപൊളി വാഹനമുണ്ടായിരുന്നു. അടിപൊളി വാഹനവും വസ്ത്രവും നല്ല പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന മിസ്അബിനെ മദീനത്ത് റസൂലുള്ളാഹി കാണുന്നത്. പള്ളിയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു, മസ്ജിദുൻ നബവിയിൽ. എന്റെ കൂട്ടുകാർ ഹജ്ജിന് പോയവരൊന്ന് ഓർക്കുക റസൂലുള്ളാഹിന്റെ പള്ളിയെ കുറിച്ച്. ആ പള്ളിയുടെ ഒരു മൂലക്ക് സുഫത്തിന്റെ അഹ്ലുകാർ ഇന്നും അതാ അവിടെ ഒരു തടവായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ, ഇന്നും ഓർക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഓർക്കുക. അവിടെ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു കേറി വരുന്നു. വഹുവ യൽബസ് ജിൽദ മാഇസിൻ ലിയസ്തുറ ബിഹി ഔറതാ.
ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഇന്ന് ഉടുക്കാൻ പോലും ഒരു മുണ്ടില്ല. എവിടുന്നോ കിട്ടിയ ഒരു ആട്ടുംതോല്, ആ ആട്ടുംതോല് നടു തുളച്ചിട്ട് അതിന്റെ നടുഭാഗം തുളച്ചിട്ട് തലയിലൂടെ ഇട്ടിട്ടുണ്ട്, കഴുത്തിലിട്ടിട്ട്. അതുകൊണ്ട് ഔറത്ത് മറക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നാണം മറക്കാൻ കഴിയാതെ മദീനത്തെ പള്ളിയുടെ മൂലയിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നോക്ക് നോക്ക് നോക്ക്, ഈ മനുഷ്യനെ നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ കൂട്ടുകാരോട് പറയുകയാണ്, ഈമാൻ അയാളിൽ ഉണ്ടാക്കിയ പരിവർത്തനം ഒന്ന് നോക്ക്. അയാളെ ഈമാൻ രക്ഷിക്കാനാണ് അയാൾ അയാളുടെ സമ്പത്ത് ഒഴിവാക്കിയത്. അയാളുടെ ഈമാൻ രക്ഷിക്കാനാണ് അയാൾ അയാളുടെ പ്രൗഢി ഒഴിവാക്കിയത്. അയാളുടെ ഈമാൻ രക്ഷിക്കാനാണ് അയാൾ അയാളുടെ പിതാവിനെ ഒഴിവാക്കിയത്, സമ്പന്നനായ പിതാവിനെ ഒഴിവാക്കിയത്. വല്ലാഹി വല്ലാഹി ലഖദ് റഅയ്തുഹു വമാ ഫീ മക്കത ഫതൻ അസ്സു മിൻ. സത്യമാണ്, ഞാൻ അയാളെ മദീനത്ത് മക്കത്ത് വെച്ച് കാണുമ്പോ അയാളെക്കാൾ അടിപൊളിയായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. ആ ചെറുപ്പക്കാരൻ നിന്ന് ഉടുക്കാൻ മുണ്ടില്ലാതെ അതാ ഒരു കീറ ആട്ടുംതോലില് തന്റെ ശരീരം മറക്കാൻ, തന്റെ നാണം മറക്കാൻ അയാൾ കഷ്ടപ്പെടുന്നു. നോക്ക്, ഇദ്ദേഹം സ്വർഗാവകാശിയാണ്, ഇദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പിന്നീട് കാണുന്നത് തന്റെ ജ്യേഷ്ഠൻ അബൂ അസീസിനെ, ജ്യേഷ്ഠന്റെ വാപ്പാന്റെ ഒപ്പാണ്. ആ അബൂ അസീസിനെ കാണുകയാണ്. പിന്നീട് ഒരിക്കൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അബൂ അസീസിനെ കണ്ടത് മുശ്രിക്കീങ്ങളുടെ സഫില, സമരത്തിന് വേണ്ടി തയ്യാറായി വന്നിരിക്കുന്നു. അങ്ങനെ സമരമൊക്കെ നടന്നു. ആ സമരത്തിൽ ഒരു അൻസാരി സുഹൃത്ത്, മദീനത്തുകാരൻ ഒരു അൻസാരി സുഹൃത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു, പിടിച്ചു, ബന്ദിയാക്കി. അയാളുടെ പേര് അബുൽ യസർ. നമ്മൾ വായിക്കാറുണ്ടാകും, ഉഹ്ദീകളും ബദരീങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് അബുൽ യസർ എന്ന് നമ്മൾ സാധാരണ വായിക്കാറുണ്ട്. അബുൽ യസർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ പിടിച്ച് ബന്ദിയാക്കി. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ജ്യേഷ്ഠന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അബുൽ യസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബുൽ യസർ ഉഷ്ദുദ് യദക അലാ സീരിക ഫഇന്ന ഉമ്മഹു ഗനിയ വസതഫ്ദീഹി ബിമാലിൻ കസീർ. അബുൽ യസറേ മുറുക്കി പിടിച്ചോ, വിടണ്ട. കാക്കാനെ പറ്റിയാ പറയുന്നത്. അബുൽ യസറേ മുറുക്കി പിടിച്ചോ, വിടണ്ടോ. വിടാതെ ഈ മുറുക്കി പിടിക്കുകയാണെങ്കിൽ എനിക്കിതൊരു കിട്ടല. കാരണം ഫഇന്ന ഉമ്മഹു ഗനിയ, അവന്റെ ഉമ്മ വലിയ സമ്പന്നയാ. ആരായി ഉമ്മ? മിസ്അബിന്റെ ഉമ്മയാ, വലിയ സമ്പന്നയാണ്. അപ്പൊ നീ ഇവിടെ തടഞ്ഞു വെച്ചാല് ഇവനെ കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല, ഇവനോട് കൊന്നു കളഞ്ഞിട്ടും കാര്യമില്ല. മറിച്ച് സാമ്പത്തികമായി അങ്ങേയറ്റം സൃഷ്ടിച്ചു നിൽക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി ഉമ്മ വലിയ ദാനം നൽകും. ഉമ്മ വലിയ ഫിദിയ നൽകിയിട്ട്, പ്രായച്ചിത്തം നൽകിയിട്ട് ഇവനെ മോചിപ്പിച്ചുകൊണ്ടു. അപ്പൊ നമുക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും, ഇസ്ലാമിനൊരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നല്ലോണം കെട്ടി വെച്ചോ, ശരിക്ക് ചങ്ങലൊട്ടോ, അയഞ്ഞു പോകണ്ട, അവൻ രക്ഷപ്പെടും. അപ്പൊ ഇക്കാക്ക വരുന്ന് ചോദിക്കുക അനുജനോട്, രക്തബന്ധം എന്നൊന്നും എപ്പോഴും മണക്കേണ്ടതില്ല മിസ്അബേ. നിനക്ക് രക്തബന്ധമുള്ള നിന്റെ ജ്യേഷ്ഠൻ എന്നെ കുറിച്ചാണല്ലോ ഈ ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുന്നു. ഉപദേശിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപദേശിക്കാമോ മിസ്അബേ എന്ന് ജ്യേഷ്ഠൻ ചോദിക്കുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, നീ എന്റെ ജ്യേഷ്ഠനോ? ഇതാണ് എന്റെ കൂട്ടുകാരൻ. അബുൽ യസറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ കൂട്ടുകാരൻ. ഈമാനിലേക്ക് വന്നതിന്റെ ശേഷം, ഇസ്ലാമിൽ അംഗത്വം എടുത്തതിന്റെ ശേഷം, മെമ്പർഷിപ്പ് എടുത്തതിന്റെ ശേഷം നിന്നെ ഞാൻ മറന്നുപോയി. ഈമാനിന്റെ കടുപ്പമാണ്. നോക്കിക്കോ, എന്റെ കൂട്ടുകാരൻ ഇന്നും ഇയാളാണ്, അബുൽ യസർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിർബന്ധമായും നമ്മൾ മാറിയേ പറ്റൂ. ഞാൻ ഇതൊക്കെ പറയുന്നത് നന്മയുടെ പക്ഷത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എപ്പോഴും കാണപ്പെടണം. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഞാൻ സംസാരിച്ചു. ഇനിയും സംസാരിക്കുന്നതും അതിന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് കൃത്യം നമ്മുടെ സമയം 3 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കും. എന്നും 3 മണി വരെ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ടായിരിക്കും. ഒരു അരമണിക്കൂറും കൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്,
ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്താ നമുക്കിത് നിന്ന് കിട്ടുന്ന ഗുണപാഠം അതാണല്ലോ വേണ്ടത്. നമുക്കിത് വായിക്കുമ്പോൾ കിട്ടേണ്ട ഗുണപാഠം എന്താ? നമ്മൾ നന്മയുടെ പക്ഷത്ത് മുന്നേറണം. നന്മയുടെ പക്ഷത്ത് നാം മുന്നേറിയേ പറ്റൂ. നന്മയുടെ പക്ഷത്ത് നമ്മൾ കാണപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനിത് പറയാൻ കാരണം നന്മയുടെ പക്ഷത്ത് നിങ്ങളെ കാണപ്പെടുമെന്ന വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾക്ക് നന്മ ഉപദേശിച്ചാൽ നിങ്ങളത് തള്ളിക്കളയില്ല എന്ന ഉറപ്പുകൊണ്ടാണ്. ഒരു ചെറിയ പൊരിയെങ്കിലും നിങ്ങളിൽ കത്താനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഈമാനിന്റെ തഖ്വയുടെ ഉളുപ്പിന്റെ ചെറിയ ഒരു പൊരിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയുന്നത് സാബിഖീങ്ങളുടെ ലിസ്റ്റിലേക്ക് നമ്മൾ ഉയരണോ? അസ്ഹാബുൽ യമീനിലെങ്കിലും പെട്ട് നമുക്ക് രക്ഷപ്പെടണോ? ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്മയുടെ പക്ഷത്തും മുഴുവനും നിങ്ങൾ സജീവമാകണം. നാട്ടിലെ ദീനീ പ്രവർത്തന വേദിയിൽ നിങ്ങളെ കാണണം. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് ചീഞ്ഞുനാറിയ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. മക്കളെ, നിങ്ങൾ തല പണയം വെച്ച് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയ ഭ്രാന്തിനു വേണ്ടിയല്ല. നിങ്ങൾ ഇന്നു മുതൽ ഇസ്ലാമിക പ്രവർത്തകനായി മാറും. ഇതെന്തിനും നാളെ പടച്ചവന്റെ മുമ്പിലേക്കാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും ദീനിനെ കുറിച്ച് ചിന്തിച്ചവരാ. നമുക്കതല്ലേ വേണ്ടത്. നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് ആലിമീങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിക്കൂടെ? എന്തിനു നമ്മൾ കട്ടപ്പെടണം പ്രിയപ്പെട്ട കൂട്ടുകാരെ? ദുനിയാവും ആഖിറവും ഇല്ലാതെ നമ്മൾ എന്തിനു മാറണം? അതുകൊണ്ട് ഞാനിത് പറയുന്നത് നിങ്ങൾ അടിസ്ഥാനപരമായി മാറണം. വിശ്വാസത്തിൽ യഥാർത്ഥമായ ഒരു സുന്നിയാവണം. എന്നിട്ട് പ്രവർത്തന രംഗത്ത് നിങ്ങൾ മുന്നേറണം. നിങ്ങളുടെ ഓരോ ചിട്ടയിലും ഇസ്ലാം ഉണ്ടായിരിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഇസ്ലാമല്ലാത്ത ജീവിതം ഉണ്ടാവരുത്. നല്ലത് പറഞ്ഞാൽ ഒരു പൊരിയെങ്കിലും കത്തുമെങ്കിൽ ഊതിക്കൊടുത്താൽ, കത്താൻ വകുപ്പുണ്ടെങ്കിൽ ഉമിത്തിയിൽ ഊതിക്കൊടുത്താൽ തീ കത്തും ഉറപ്പാ. എവിടെയെങ്കിലും ഒരു പൊരി ബാക്കിയുണ്ടെങ്കിൽ വലൗ വഖദ് അസ്മഅത ഫഖദ് അസ്മഅത ലൗ നാദൈത ഹയ്യ വലാകിൻ ലാ ഹയാത ലിമൻ തുനാദി വലൗ നാറൻ നഫഖത ബിഹാ അവാഅത് വലാകിൻ അൻത തൻഫുഹു ഫീ റമദി. ഒരു കവി പറഞ്ഞത് വലിയ അർത്ഥവത്തായ വാക്കാണ്. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പേടിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അതൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയുള്ളത്, പടച്ചവനെ, വെറുതെ പൊരിയില്ലാത്ത തീയിൽ ചെന്ന് വെറുതെ ഊതിയോതി വൃഥാ പണിയായി പോകുമോ എന്ന ബേജാറുണ്ട്. വെറും വേലയായി മാറാൻ പാടില്ല. ഞാൻ ഈ നോമ്പ് നോറ്റ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം, എനിക്ക് ഉപകാരപ്പെടണം. ഹൃദയം ചാവാത്തവനെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂ. ജീവനുള്ള ഹൃദയത്തെ വിളിച്ചെങ്കിലേ ആ വിളിക്കുത്തരം ചെയ്യൂ. നീ ഹൃദയം ജീവിക്കുന്ന ആളെ വിളിച്ചെങ്കിലേ അവനെ നിനക്ക് നിന്റെ ഉപദേശം കേൾപ്പിക്കാൻ കഴിയൂ. പക്ഷേ നീ വിളിക്കുന്നവന് ചൈതന്യമില്ല, നീ വിളിക്കുന്നവന് ജീവനില്ല. ഹയാത്തില്ലാത്തവനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ആ തീയലാണ് നീ ഊതുന്നതെങ്കിൽ ഒരു പൊരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് വികസിച്ച് 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 ഭൂമിക്ക് തീ പിടിച്ച് 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 അത് വലിയ തീയായി മാറും. അതിനൊരു പൊരിവാക്കി വേണ്ടേ? പക്ഷേ നീ പക്കാ വെണ്ണീരിനാണ് ഊതുന്നതെങ്കിൽ ഖിയാമം വരെ ഊതുക എന്നല്ലാതെ അത് കത്തുകയില്ല. പറഞ്ഞതുപോലെ ബേജാറുണ്ട്. ഇത് പറയുമ്പം തന്നെ ആ ബേജാറോട് കൂടെയാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു നല്ല കാര്യം അങ്ങ് കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നരകത്തിന്റെ ഗൗരവം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അതൊന്നും ഇന്ന് പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നുണ്ട്. ഇതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നന്മയുടെ പക്ഷത്ത് നിങ്ങൾ കാണണമെന്ന് പറയുമ്പോ നല്ലതെന്തെന്ന് കേട്ടാലും നിങ്ങളത് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഉദാഹരണം പറയാം. ഒറ്റ ആളുകൾ എന്നോട് വിഷമം കരുതരുത്, വെറുപ്പ് കരുതരുത്. കാരണം നമുക്ക് പറയാനുള്ളത് പറയണം. ഈ വന്നിരിക്കുന്ന അധികം ആളുകളുടെയും കഥയായിരിക്കും ഞാൻ പറയാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇത് രണ്ടും ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് മാറണം, മുസ്ലിം സമൂഹം മാറണം. കോട്ടക്കലിൽ നിന്ന് മസ്ജിദ് സഹാബയിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദെ ഇന്ന് തന്നെ മാറിക്കഴിഞ്ഞു.
ഇന്നലെ പോകുമ്പോൾ തന്നെ മാറാൻ തീരുമാനിച്ചു മാറിക്കഴിഞ്ഞു. അതുപോലെയുള്ള റിസൾട്ട് അവിടെ വേണ്ടത്. വെറുതെ എനിക്ക് പറയാനാവില്ല, നിർബന്ധമായി മാറണം. ഇത് ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ വസ്ത്രധാരണ രീതി മാറണം. പാൻസ് എന്ന സംസ്കാരം, ഞാനിത് പറയുന്നത് പാൻസിനെ അടിച്ചാക്ഷേപിക്കുകയല്ല, കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ നെരിയാണി വിട്ട് താഴോട്ട് വസ്ത്രം ഇറങ്ങിയാലുള്ള ഗൗരവം ഞാനൊന്ന് പറയാം. ചെറുപ്പക്കാരൊക്കെ ഒന്ന് കേൾക്കണം. ആദ്യം മുത്തഫഖുൻ അലൈഹി ഹദീസ് വായിക്കാം. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതിറാ. സ്വന്തം മുണ്ട് നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്ന ആളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ താല്പര്യപൂർവ്വം നോക്കുകയില്ല. അല്ലാഹുവിന്റെ തിരുനോട്ടം കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയില്ലേ? നോക്കൂല, ഉറപ്പാണ്. നെരിയാണിന്റെ താഴെ വസ്ത്രം കൊടുത്തവനെ അല്ലാഹു നോക്കൂല പരലോകത്ത്. വലിച്ചഴച്ച് നടന്നവനെ അല്ലാഹുവിന് ഇഷ്ടല്ല, അല്ലാഹു നോക്കൂല. ഇത് കേട്ടാൽ തന്നെ നന്നാകും കുറെ ആളുകൾ. ഇനി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ നിസാറാ. മുണ്ട് വലിച്ചിഴച്ച് നടന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. മുണ്ട് വലിച്ചിഴച്ച് നടന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്തിനാ നമ്മൾ നിസ്കരിക്കണം? അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞു. അതിന് ഉസ്താദേ ഞാൻ ഇവിടെ വരുമ്പോൾ കയറ്റും, അതല്ല ഈ പറഞ്ഞത്. അതിനപ്പോ ഞാൻ പറയാൻ പോകും. അതാ പറഞ്ഞത്. ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ തിരുത്തിക്കാണി. ആ പറഞ്ഞത് അതല്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിൽ വഹുവ മുസ്ബിറു നിസാറഹു. അവന്റെ മുണ്ട് കയറ്റിയുടുത്തവനാ വലിച്ചിഴക്കുന്നവനായ നിലക്ക് അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാഹു തആല ഒരിക്കലും അവന്റെ മുണ്ട് വലിച്ചിഴക്കുന്നവനായ നിലക്ക് അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. നിസ്കാരത്തിന് മുണ്ട് വലിച്ചിഴക്കുന്നവനെ കുറിച്ചല്ല പറഞ്ഞത്. മുണ്ട് വലിച്ചിഴക്കുന്ന എപ്പോ വലിച്ചഴച്ചാലും അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് ഹദീസ് പറഞ്ഞത്. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ നിസാറഹു. നെരിയാണിന്റെ താഴോട്ട് മുണ്ട് വലിച്ചിഴക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അത് നിസ്കാരത്തിൽ വന്നിട്ടൊന്നും ഞാൻ അത് കയറ്റിയാ പോരാ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എന്താ അതിന്റെ കാരണം? മഹാന്മാർ വിശദീകരിച്ചു. കാരണമുണ്ട്. എന്താ? ഇത് വലിയ വിഷയമാണല്ലോ. നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറയുമെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം സ്വീകരിക്കാത്ത ഒരു കേസാണെങ്കിൽ എന്തായാലും ഉസ്താദേ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കുറെ ആളുകൾക്ക് ഉണ്ടാവും. എന്താ അതിന്റെ കാരണം? നിസ്കാരം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ? മുണ്ട് വലിച്ചടച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം നജസ് ഉറപ്പാവന്റെ മുണ്ടിൽ. നജസോടുകൂടി നിസ്കരിച്ച സംസ്കാരം സഹിയാവൂലല്ലോ, ഉറപ്പാണ്, സ്വീകരിക്കൂല. നജസ് ഉറപ്പാണ്. ആര് പറഞ്ഞു? ഇന്ന് ഇവിടെ ദുഹർ നിസ്കരിക്കാൻ കയറി ഒരുപാട് സുഹൃത്തുക്കൾ. ആരും വിഷമിക്കരുത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരു ദിവസം അങ്ങനെ ഒരു ചെറിയ അറ്റാക്ക് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് ശക്തമായ ആക്രമണ ഭാഷയിൽ പറഞ്ഞെങ്കിൽ ഇത് തിരുത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്തേ കാരണം? നമ്മൾ അങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോരുകയാണ്. 1/2 മീറ്റർ താഴെയാണ്. തുണിയാണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ എന്താ വലിച്ചഴിച്ച് ഇപ്പോഴൊക്കെ ഒരു പാൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വന്നിട്ട് കേറുമ്പോ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ അങ്ങോട്ട് ബാക്കി ഭാഗമൊക്കെ ചളിയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത്. എവിടുന്നാ ഈ ചളി കിട്ടിയത്? പോരുന്ന റോട്ടുമെന്ന് ചളിക്കുണ്ടെന്ന്. അവിടെ പശു മൂത്രമൊഴിച്ചത്, അവിടെ ആ പശു കാഷ്ടിച്ചത് നജസാണെന്ന് ഉറപ്പല്ലേ? എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ബെഞ്ചൊന്ന് മടക്കി തെരച്ചു വെച്ചത് കൊണ്ട് നിസ്കാരം ശരിയാവോ? ഈ സാധനം ഉള്ളതോടുകൂടി ഒന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? മാത്രമല്ല ഞാൻ പറയുന്ന ഇത്തരം ചെറുപ്പക്കാരെ കയ്യോങ്കി നിങ്ങൾ കയ്യൂക്ക് കാട്ടി പ്രതികരിക്കണം. പള്ളി കയറാനാക്കരുത്. പള്ളി നജസാക്കുക. ഇത് ഞാൻ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാൻ. ഇവൻ കയറി നിസ്കരിച്ചോടത്ത് പിന്നെ വേറെ ആർക്കും കിടക്കാൻ പറ്റുമോ? അവിടെ നജസായില്ലേ? എന്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നില്ല? തീരെ ഇത് ഉൾക്കൊള്ളാൻ ഈ ഉമ്മത്ത് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുമല്ല. ഒരു കാര്യവും കൂടെ പറയട്ടെ. ചില മുതലാളിമാർക്കൊണ്ടൊരു ധാരണ, തുണിയൊക്കെ വലിച്ചഴച്ചെങ്കിലേ ഞാൻ മുതലാളിയാവുള്ളൂ, തൽക്കാലം നടക്കൂല. പടച്ചോന്റെ അടുത്ത് കാണിച്ചില്ല. ചില മുതലാളിമാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. മുതലാളിയാണെങ്കിൽ തുണിയൊക്കെ ഒന്ന് വലിച്ചഴച്ച് നടക്കണം. എന്നാൽ ആ ധാരണ ഉണ്ടെങ്കിൽ തിരുത്തിക്കാളാം. കാരണം നമ്മളിത് ചിന്തിക്കായിട്ടാണ് നമ്മൾ ഈ റോഡും കൂടെ ഇങ്ങനെ അടിച്ച് ഈ മുനിസിപ്പാലിറ്റിന്റെ പണി എന്തിനാ നമ്മൾ എടുക്കുന്നത്? ഇത് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ നടക്കുക. ഇവിടെ ഒന്ന് പോയി നോക്ക്. രാത്രി ഒരു 12 മണിക്ക് 1 മണിക്കൊക്കെ ഒന്ന് പോയി നോക്ക്. പശുക്കളെ ഭരണമാണ്. ഏത് സമയത്ത് ഈ നജസ് ഉറപ്പല്ലേ ഈ നമ്മുടെ ഈ പാതയോരങ്ങളിൽ അത് നമ്മുടെ കയ്യിലും കാലിനും നമ്മുടെ
വസ്ത്രത്തിലുമായിട്ട് ആ വസ്ത്രം കൊണ്ടുവന്ന് നിസ്കരിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെടുവോ? പൊരുത്തപ്പെടൂല. എന്നാൽ ചുരുക്കം ചില ചെറുപ്പക്കാർക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടാകും, ഞാൻ എപ്പോഴും കയറ്റി വെച്ച് നടക്കുന്നവനാണ്, എനിക്ക് കുഴപ്പമുണ്ടോ? അങ്ങനെ ഉണ്ടാവും ചിലർ. ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദുസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ഒരു വലിയ മഹാനാണ്, നമ്മുടെ പ്രസ്ഥാനത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു മഹാനും കൂടെയാണ്. പലപ്പോഴും ജനങ്ങള് ചികിത്സക്കായി എത്തുമ്പോ ഉസ്താദിനെപ്പെട്ടുള്ളവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും പലരും. പലപ്പോഴും മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാകാറുള്ളത് സതുപദേശ ശൈലി. മരുന്നിനേക്കാൾ ഫലിക്കും സതുപദേശ ശൈലി. ഉപദേശിച്ച ആളെ നന്നാക്കുക എന്നുള്ള പരിപാടി. ഒരാള് ചെന്നാൽ ആദ്യം അയാളോട് രോഗമൊക്കെ അന്വേഷിച്ചതിന്റെ ശേഷം ആദ്യം ചോദിക്കുന്നു സുബൈക്ക് കരിച്ചിരുന്നോ? ഉസ്താദ് പറഞ്ഞു അധിക പേര് 75% തലയും മന്ദനോലാണ്. സുബൈക്ക് കരിച്ചോന്ന് വെച്ചാൽ നോക്കുങ്ങൾ ഇതിനൊക്കെ ഒരു ഗൗരവം ആരോടായി ചോദിക്കണം? മാപ്പിളാരോടായി ചോദിക്കണം. ഇന്ന് സുബൈക്ക് കരിച്ചെന്ന് വെച്ചാൽ തലയിൽ ഇങ്ങനെ മന്ദു. ഉസ്താനോട് കളവ് പറയാൻ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് പറയായിരുന്നു, വടി പൊപ്പിച്ചിട്ട് ഓ നിക്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഉസ്താനോട് പറയാൻ പേടിയായിട്ട് തലയും മന്ദനോലാണ് അധിക പേരും. അപ്പൊ ഉസ്താദ് പറയും എത്ര മരുന്ന് പിടിച്ചിട്ടും കാര്യമില്ല, ഇവിടെ പോയിട്ടും കാര്യമില്ല, ഈ അന്നാവില്ല, ഈ സുബൈക്ക് വെച്ചെങ്കിലേ അന്നാവുള്ളൂ. അത് നല്ലൊരു മരുന്നാണ്. ഇത്ര നല്ല മരുന്ന് പറയലില്ല. നല്ല മരുന്നാണ്. ഇയാൾ നിക്കരിക്കും ചെയ്യും. അല്ലെങ്കിൽ നോക്കി നമ്മൾ രോഗമായാൽ നല്ലോണം ചെയ്യുമല്ലോ. രോഗമായാൽ നല്ലോണം ചെയ്യും. ഒരു അസ്മാന്റെ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത്? വലിയ ഉത്തരവാദിത്തങ്ങൾ അയാൾ കൊടുക്കുക. അപ്പൊ അയാൾ പറഞ്ഞു ഏതായാലും മനുഷ്യന്മാർ ഓതുന്നില്ല, രോഗമായാൽ അതിന്റെ പേരിലെങ്കിലും കുറച്ച് ഓതിക്കോട്ടെ വിചാരിച്ചു കൊടുക്കണം, അല്ലാതെ മാറാ പത്രയൊന്നും വേണ്ട, ഒരു യാസീൻ പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ തീരുമാനം അങ്ങനെയാണ്, കുറച്ചൊന്ന് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നാണ്. അപ്പൊ എന്നുപോലെ അപ്പൊ ചെയ്യും. ഒരു തലവേദന മാറാൻ വേണ്ടി 4 ഹത്ത് ഓതണം എന്ന് പറഞ്ഞാൽ ഓതും. അതതിന്റെ കണ്ടീഷനാണ്. നേരെ മറിച്ച് സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനൊന്നും ആവൂല. എന്തേ കാരണം അത് തലക്ക് പിടിച്ചിട്ടില്ല. തലക്കൊക്കെ പിടിക്കും ഇൻഷാ അല്ലാഹ്. 2-3 ദിവസം കഴിഞ്ഞാൽ തലക്ക് പിടിക്കുന്നത് താനെ നമുക്ക് കാണാം. അസ്ഹാബു ശിമാൽ ഇങ്ങനെ പറയുമ്പോൾ. പക്ഷെ നമ്മൾ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്, ഖുർആന്റെ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീ പൊരികളാണ് നരകത്തിലെ തീക്ക് എന്നൊക്കെ പറഞ്ഞ ആയത്ത് ഇൻഷാ അല്ലാഹ് ഓതി തരാം. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കൊട്ടാരത്തിന്റെ വലിപ്പ തീ പൊരിക്ക് തീയിന്റെ പൊരിക്ക്. ആ തീ പിന്നെ നമ്മളങ്ങോട്ട് വരണ്ട, പറയാതെ തന്നെ അർത്ഥം വെച്ചാൽ തന്നെ പേടിച്ചു പോകും മനുഷ്യൻ. അത്രയും കടുപ്പുള്ള വാക്കുകൾ ഇൻഷാ അല്ലാഹ് അസ്ഹാബു ശിമാലിന്റെ ചർച്ചയിൽ കടന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഉസ്താദിന്റെ അടുത്ത് ഒരിക്കൽ ഉസ്താദിന്റെ അടുത്ത് ആള് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചാണ് ഉസ്താനെ കാണാൻ. ഉസ്താദ് അവനെ നിസ്കാരം ഒന്ന് നോക്കി. അപ്പൊ പാൻസ് ഇങ്ങനെ തെരച്ചു വെച്ചേക്കാം. ഉസ്താദ് അവനെ പിടികൂടണം നെയ്യത്താക്കിയാണ്. ഉസ്താദ് അതൊരു രസമാണ്. ഓനെ പിടിച്ചു. മോനെ ഈ പാൻസ് ഇങ്ങനെ തെരച്ചു വെച്ചിട്ടാണ് നിസ്കരിച്ചത്. ഇതിന്റെ മുമ്പ് ഇപ്പൊ അവിടെ ഒക്കെ ഇറക്കിയിട്ടായിരിക്കും നടന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് തെരച്ചു വെച്ചിട്ടായിട്ട് നിസ്കാരം സ്വീകരിക്കുമോ? നജസ് ഉറപ്പല്ലേ നിന്റെ വസ്ത്രത്തിൽ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത്ര, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്ര, അല്ല ഉസ്താദേ ഞാൻ എപ്പോഴും കയറ്റി വെച്ച് നടക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ കയറ്റി വെച്ചാൽ നടക്കല്. ഞാനത് എന്താക്കാറില്ല, താഴ്ത്തിയിടാറേയല്ല. അത് കുറച്ചൊരു ബോധമുള്ളവനെ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പണി ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഓന് കുറച്ച് ബോധം ഉണ്ടല്ലോ. കാരണം എപ്പോഴും അങ്ങനെ നടക്കണമെങ്കിൽ ഓനെ നടക്കുള്ളൂ. അല്ലാത്തൊക്കെ പള്ളിയിൽ വരുമ്പോ അതും കരയ്ക്ക് കയറിയിട്ട് അത് ശരിയാക്കാം. അല്ലാത്ത പരിപാടിയില്ല. എന്നാ ഞാൻ പറയുന്നത്, ഈ സുഹൃത്ത് അതാണ് പറഞ്ഞപ്പോഴേക്കും അന്നെ പോലത്തെ ആളുകളെ പിടിക്കാനാ ഞാൻ നിൽക്കണം. എപ്പോഴും കയറ്റി വെക്കണ ആളല്ലേ, അന്നെ കിട്ടണം. എന്നാ ഈ കുറച്ചൊരു ബോധമുള്ളവനായതുകൊണ്ട് എപ്പോഴും കയറ്റി വെക്കണം. അതാണോ അല്ലേ എന്ന് ഇപ്പൊ തെളിയും ചെയ്യും. എപ്പോഴും കയറ്റി വെക്കണം ആളാണോ അല്ലേ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. അല്ലെങ്കിൽ കളവ് പറഞ്ഞാണോ എന്ന് മനസ്സിലാവും. ഞാൻ ഒന്ന് അയച്ചിട്ടാ, അന്നയക്ക് ആ തെര ഒന്നും അയച്ചിട്ടില്ല. ആ വീണ പൊടി ഉസ്താദ് ചോദിച്ചത് ചാണകത്തിന്റെ പൊടിയല്ല നിന്റെ കുട്ടിക്ക് പറയാൻ പറ്റുമോ മോനെ? ധൈര്യം ഉണ്ട് എനിക്ക്. ചാണകത്തിന്റെ പൊടിയല്ല. കൂടെ നടന്നപ്പോ ഈ പാറിയ പൊടി, ഈ പൊടിയും കൊണ്ടല്ലേ അല്ലെ? പൊടിയൊക്കെ ഇങ്ങനെ പാറിയിട്ടുണ്ടാവും ശരീരത്തിലേക്ക്. അതിന് അസുഖമുണ്ട്, കാണാത്ത. ഇത് കാണുന്നതാണല്ലോ. ഉണ്ട കൂടിയിട്ട് ഇങ്ങനെ കിടക്കുക. തൂക്കിയാൽ 1 ഗ്രാം പൊടി ഉണ്ടാവും. ഈ പൊടി ഇങ്ങനെ നിന്റെ ഈ ഇതിൽ കിടക്കുമ്പോ ഇത് ചാണകത്തിന്റെ പൊടിയാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കോ? നിസ്കാരം സ്വീകരിക്കോ എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ നിന്ന് ഇങ്ങനെ വെറുക്കുകയാണ്. കാരണം എപ്പോഴും കയറ്റി വെക്കണോന്ന് ഈ അബദ്ധം ഉറപ്പാ.
എപ്പോഴും കയറ്റി വെക്കണം. അല്ലെ പിന്നെ ദിവസം മാറ്റുന്ന ഒരാളാവണം, എന്നാലും ഉണ്ടാവാം. ഞാൻ ചോദിക്കുന്നത് അതല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, എത്രയോ എഞ്ചിനീയർമാര്, എത്രയോ ഡോക്ടർമാര്, എത്രയോ ഹൈ ലെവൽ ഉദ്യോഗസ്ഥര് ഇതാ ഞെരിയാണിന്റെ മേലെ പാൻസ് ധരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് കുറവാണുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പാൻസ് അടിപ്പിച്ചു, എന്തോ കുറവാണുള്ളത്? ഇത് ചോദിക്കുമ്പോ ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദേ പിന്നെ പാൻസ് ഇടണോ? സ്വാഭാവികമാണ്. കുട്ടികളെ ആരാ നിങ്ങളെ പരിഹസിക്കുക? നിങ്ങൾ പറയൂ. ഈ അങ്ങാടി പിള്ളേരോ? അവര് പരിഹസിക്കുന്നതിനാണോ നിങ്ങൾ മാറി നിൽക്കുന്നത്? അങ്ങാടി പിള്ളേരെ പേടിച്ചിട്ടാണോ? മാപ്പിളയുടെ ഡ്രസ് ധരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ തയ്യാറാവ്. ഇത് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിലാ മക്കളെ പറയുന്നത്. നാളെ നിങ്ങളെയും എന്നെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ഒരൊറ്റ ആ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാ ഞാൻ ഇത് പറയുന്നത്. നിർബന്ധമായും മാറ്. ഞാനിത് പറഞ്ഞു കിട്ടിയെന്ന് തന്നെ ചെന്നപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, മസ്ജിദ് സഹാബയിൽ നിന്ന്, ഉസ്താദ് ഇന്നലെ തന്നെ ഞാൻ തീരുമാനിച്ചു 3 പാൻസ് ഞാൻ അടുപ്പിക്കാൻ കൊടുത്തു. എന്തേ കണക്കാക്കിയിട്ട് ഞെരിയാണി വരെ അളവ് എന്താ പറ്റോ? ഒന്ന് ഇട്ടു. എന്താ സംഭവിക്കുക? എന്നാ തന്നെ നിസ്കരിക്കുമ്പോൾ നിസ്കാരം ശരിയാകാൻ ഒരു ബനിയനൊക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്യുന്നത് നല്ലതാണല്ലേ? പിന്നിൽ വലിയൊരു ദ്വാരം ഉണ്ടാവും. റുക്കു ചെയ്യുമ്പോൾ ഒരു കല്ലോ കൈയിലൂടെ അടിയാടും. അപ്പൊ അത്ര നല്ല ദ്വാരം ഉണ്ടായ നമസ്കാരം ശരിയാവില്ല. ബനിയട്ടിട്ട് ഇൻസൈഡ് ചെയ്താൽ പിന്നെ പ്രശ്നമൊക്കെ തീരും. ബനിയന് ബെൽറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു സംഗതി ചെയ്തൂടെ? ഉസ്താദ് ഇങ്ങനെ തുണി ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു, ഞാനും പാൻസ് കൊടുത്തു നോക്കുക. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം, ഗൗരവപൂർവ്വം ഓർക്കണം. നിങ്ങള് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. നിർബന്ധമായും നിങ്ങൾ മാറിയേ പറ്റൂ.